ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂസ് ഭയങ്കര വൈറലായിട്ട് പോകുന്നുണ്ടായിരുന്നു. ആരതി എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ ഇത് കണക്ക് വീട്ടിൽ നടന്നിട്ടുള്ള പീഡനം കാരണം എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ടെങ്കിൽ സ്ത്രീധനത്തിനെ ചൊല്ലിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാരണമുണ്ടെങ്കിൽ സ്വന്തം ഭർത്താവിൻ്റെ കുടുംബത്തിൽ നിന്ന് എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നാണ് ആത്മഹത്യ ചെയ്തതെന്നുള്ളൊരു വിവരമാണ് വന്നുകൊണ്ടേയിരുന്നത്. അങ്ങനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഓരോരോ ഇൻഫോർമേഷനും പുതുതായിട്ടുള്ളത് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ മെയിനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ചാറ്റിൻ്റെ കാര്യമാണ്. അമ്മയായിട്ട് സംസാരിച്ച ചാറ്റിനെ കുറിച്ചുള്ളത് ആ ഡീറ്റെയിൽസും കാര്യങ്ങളും വെളിയിൽ വന്നിട്ടുണ്ട്. ഇത് കണക്ക് എനിക്ക് നിൽക്കാൻ വയ്യ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. സോ ഇതിൽ ലേറ്റസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ആ അമ്മ വന്നിട്ട് ആരതിയുടെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ ഇതേ കണക്കുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പോൾ ഇതേ കണക്ക് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ ആണിന് എന്തെങ്കിലും സംഭവിച്ച് കഴിയുമ്പോഴോ വീട്ടുകാർ വന്നിട്ട് പല കാര്യങ്ങളും പറയുന്നത് കാണുന്നതായിരിക്കും. പക്ഷേ അവർ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയത്തുണ്ടെങ്കിൽ ഈ വീട്ടുകാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവർ മെയിനായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സൊസൈറ്റിയിൽ എന്തുമായിരിക്കും അറിഞ്ഞ പ്രശ്നം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് നമുക്കത് നാണക്കേടല്ലേ എന്ന് പറഞ്ഞാൽ അവരെ ഉണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് തിരിച്ച് അങ്ങോട്ട് തന്നെയായിരിക്കും വിടുന്നത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ ഒരു സ്വസ്ഥതയില്ലാതെ ഒരു കഷ്ടകാലത്തിൽ നിൽക്കുമ്പോഴായിരിക്കും വേറെ വഴിയില്ലാതെ ഇതേ കണക്കത്തുള്ളൊരു കാര്യം ചെയ്യുന്നത്. എന്നിട്ടുണ്ടെങ്കിൽ ഇതേ കണക്ക് പേരൻസ് കരയുന്നതൊക്കെ കാണുന്നതായിരിക്കും. ഇത് സൊസൈറ്റിയോ ബാക്കിയുള്ളവരുടെ ഒന്നും അല്ല നോക്കണം. ഈ സ്ത്രീധനം വാങ്ങിച്ച് ഇതേ കണക്കുണ്ടെങ്കിൽ കെട്ടിച്ച് വിടുന്നത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊന്നും ശരിയല്ല. അതേ സമയത്ത് തന്നെ ഉണ്ടെങ്കിൽ ഈ മക്കൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് വീട്ടിൽ വരാൻ പാടില്ല, അവിടെ തന്നെ നിൽക്കണമെന്ന് പറഞ്ഞാൽ അടിച്ചമർത്തി അവിടെ തന്നെ നിർത്തിപ്പിക്കുന്നത് ഭയങ്കര കഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് മെയിനായിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഉള്ളൊരു കാര്യങ്ങൾ നടക്കുന്നത് തന്നെ.